കാലത്തിൻ്റെ ചുവരെഴുത്ത് മാറുന്നത് സംഘപരിവാരം പോലും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ CPM അവർക്കത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരതിന് തയ്യാറാവുന്നില്ല. ഈയിടെ ഡൽഹി ജന്തർ മന്ദിറിൽ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ ഒരു സമരമുണ്ടായി. അവർക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, പ്രാദേശിക ഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവർക്ക് ജീവിക്കാനും ഉള്ള അവകാശം, അവരുടെ ഭാവിയുടെ അവകാശം, അതിനുവേണ്ടി അവർ സംഘടിതരായിട്ട് പോരാടി. അതിലവർ വിജയം കണ്ടു എന്ന് മാത്രമല്ല, മോദിയും അമിത് ഷായും നയിക്കുന്ന സർക്കാരിനെ അവർ മുട്ടുകുത്തിച്ചു, BJPയെ മുട്ടുകുത്തിച്ചു. ഈ സമരത്തിനിടയിൽ BJPക്കാർ നുഴഞ്ഞു കയറി പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അതിനെ തകർക്കാൻ അവർ അവരുടേതായ വഴികളെല്ലാം നോക്കിയതാണ്. അപവാദ പ്രചരണം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇനം. അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യദ്രോഹികളാണെന്നുള്ള ചിത്രീകരണം. പിന്നീട് പോലീസ് വലിയ തോതിൽ മർദ്ദനമുറകൾ അരങ്ങേറി. പെല്ലറ്റുകളാണ് ഉപയോഗിച്ചത് വിദ്യാർത്ഥികൾക്കെതിരായിട്ട്. അതുപോലെ സാധാ ലാത്തിക്ക് പോലെ ആണി തറച്ച ലാത്തികൾ. അവസാനം മോദിയുടെ സർക്കാർ തോറ്റു. അവർക്കവിടെ വിദ്യാഭ്യാസ മന്ത്രിയെ ബലികഴിക്കേണ്ടി വന്നു. പക്ഷേ പ്രതിപക്ഷം ഒരാവശ്യം ഉന്നയിച്ചു. വിദ്യാർത്ഥികൾക്കെതിരായിട്ട് നടന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഹാജരായി വിശദീകരണം നൽകണം. ആരാണ് ഇതിന് ഉത്തരവിട്ടത്? ഇതിൻ്റെ ഉത്തരവാദികളാരാണ്? അതിനെക്കുറിച്ച് രാജ്യത്തോട് സംസാരിക്കണം, പാർലമെൻറ്റിൽ വരണം. പക്ഷേ അമിത് ഷാ എന്താ ചെയ്തത്? ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയതിന് ശേഷം അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പാർലമെൻറ്റ് മന്ദിരത്തിൽ വരും. അവിടെ അദ്ദേഹത്തിന് ഓഫീസുണ്ട്. അത് പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഒരു സഭയിലേക്കും വരത്തില്ല. മോദിയും വരുന്നില്ല കേട്ടോ. രണ്ടുപേരും അങ്ങ് വിട്ടു നിൽക്കുക. രാജ്യം ഈ സമരത്തിൻ്റെ ചൂടിൽ കത്തുമ്പോഴും ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ, മോദിയും അമിത് ഷായും, സഭയിൽ വന്നിരുന്നില്ല. ഇപ്പോഴും സഭയിൽ വരുന്നില്ല. അപ്പോൾ സഭയിൽ അമിത് ഷാ ഹാജരായി ഇതിന് വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാക്കുന്നു, പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ സഭാ നടപടികളാണ്ട് മുടങ്ങിക്കിടക്കുക. കാര്യപരിപാടിയിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പാസ്സാക്കി വിടുക. ഇതിനിടയിൽ അമിത് ഷാ അവതരിപ്പിച്ച് പാസ്സാക്കേണ്ട 2 ബില്ലുകൾ, അത് ആഭ്യന്തര സഹമന്ത്രി അവതരിപ്പിച്ച് അത് പാസ്സാക്കി. ചർച്ചയൊന്നുമില്ലാതെ അങ്ങ് പാസ്സാക്കുകയാണ്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ലാപത അമിത് ഷാ എവിടെ? ഈ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, സഭാ ചെയർമാൻ, രാജ്യസഭയുടെ ചെയർമാൻ കൂടിയായ ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ, അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. അമിത് ഷാ സഭയിൽ ഹാജരാകണമെന്ന് പറഞ്ഞത് കിരൺ റിജിജുവിനോടാണ്. പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രിയാണ് അദ്ദേഹം. പാർലമെൻറ്റിൽ BJPക്ക് വേണ്ടി ഏറ്റവും ഘോരം സംസാരിക്കുന്ന ഒരാളാണ്. എന്തിനു ന്യായീകരണം കിരൺ റിജിജുവിൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ ശ്രീ CP രാധാകൃഷ്ണൻ ഇത് പറയുമ്പോൾ ഉപരാഷ്ട്രപതി, അദ്ദേഹമാണ് രാജ്യസഭയുടെ ചെയർമാൻ, അദ്ദേഹം ഈ നിർദ്ദേശം വയ്ക്കുമ്പോഴും റൂൾ ബുക്കിൽ നിന്നുള്ള ചില ചട്ടങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ ശ്രമിച്ചു. ആര്? നമ്മുടെ കിരൺ റിജിജു. അത് പ്രതിപക്ഷം അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോഴും രാധാകൃഷ്ണൻ പറഞ്ഞു അദ്ദേഹത്തോട് വരാൻ പറയൂ. മാറി ചിന്തിക്കുകയാണ്. CP രാധാകൃഷ്ണൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല. അദ്ദേഹം BJPയുടെ ആളാണ്, സംഘപരിവാരത്തിൽപ്പെട്ട ആളാണ്, RSS വഴി വന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നു അമിത് ഷാ വരണം, അമിത് ഷാ വരട്ടെ. അഭ്യർത്ഥനയുടെ സ്വരത്തിലാണ് പറഞ്ഞതെങ്കിലും അതിന് ഒരു നിർദ്ദേശത്തിൻ്റെ എഫക്റ്റാണുള്ളത്. അമിത് ഷാ വരാൻ പറഞ്ഞിരിക്കുക. വരുമെന്നുള്ളത് നമുക്ക് കണ്ടു കാണാം. പറഞ്ഞല്ലോ, നമ്മൾ ഈ ജൻസി സമരം, അല്ലെങ്കിൽ ജന്തർ മന്ദിറിലെ ചെറുപ്പക്കാരുടെ സമരം, അവരെപ്പറ്റി BJPക്കാർ പറഞ്ഞു വരുത്തി എന്താ? രാജ്യദ്രോഹികളാണെന്നാണ്, ദേശദ്രോഹികളാണ്, രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം. എന്ന് വെച്ചാൽ അവരുടെ ഭാവി തകരുന്നത് ഇവർക്ക് പ്രശ്നമല്ല, ഈ സംഘപരിവാരത്തിന് പ്രശ്നമല്ല. അവർ മത്സരിച്ചെഴുതുന്ന ഈ പരീക്ഷകൾ, അത് കൊള്ളയടിക്കപ്പെടുന്നത് അവർക്ക് പ്രശ്നമല്ല. അല്ലെങ്കിൽ പരീക്ഷകൾ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ചോദ്യക്കടലാസുകൾ ചോരുന്നു. പണമുള്ളവർക്ക് ചോദ്യക്കടലാസ് നേരത്തെ കിട്ടുന്നു. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, BJPക്കാർക്ക് പ്രശ്നമല്ല. ഇവർ രാജ്യദ്രോഹികളാണ്. അവരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവരെ സമരരംഗത്തേക്ക് ഇറക്കിയപ്പോൾ അവർ രാജ്യദ്രോഹികളായി. അങ്ങനെയാണ് BJP കാൻഡിഡേറ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിച്ചത്.
നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു മുൻ ബ്യൂറോക്രാറ്റ് നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഐസ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ പ്രസിഡന്റിൻ്റെ ചിത്രം കൊടുത്തിട്ട് ബജ്രംഗ് ദളുകാർ ഇവളെ കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം പോയെന്ന് ഈ സംഘപരിവാരത്തിൻ്റെ ഈ സൈബർ ആക്രമണങ്ങൾ. അവരെ മുഴുവൻ രാജ്യദ്രോഹികളായിട്ട് അങ്ങോട്ട് ചിത്രീകരിച്ചു. പക്ഷേ ഇന്നലെ എന്താ സംഭവിച്ചത്? RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് അദ്ദേഹം കുറേ വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി. 12,000 പേരുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. അതിൽ പലതും RSSനോട് ചായ്വുള്ളവരാവാം, BJPയോട് അല്ലെങ്കിൽ ABVPയുമായി ബന്ധമുള്ളവരാവാം, ആയിക്കോട്ടെ. എന്നാലും അവരുടെ മുമ്പിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് പറയുന്നത് ശരിയല്ല. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം, അവരുടെ ആവശ്യങ്ങൾ കേൾക്കണം, അതിന് പരിഹാരമുണ്ടാവണം, സംവാദത്തിലൂടെ പരിഹാരമുണ്ടാകണം. RSSൻ്റെ ചീഫാണ് പറയുന്നത്. അദ്ദേഹം ഈ കുട്ടികളുടെ ജന്തർ മന്ദിറിലെ പ്രതിഷേധവും പ്രക്ഷോഭവും തുടങ്ങിയപ്പോൾ ഇതേപ്പറ്റിയൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് വേണം നമുക്ക് ചോദിക്കാം. ന്യായമായ ചോദ്യമാണ്. അന്ന് ഇവർ മിണ്ടിയില്ല. അന്ന് ഇവരെല്ലാം വിചാരിച്ചത് ഇവരെ തോൽപ്പിക്കാമെന്നാ, അവരെ പറഞ്ഞു വിടാമെന്നാ, അവിടുന്ന് ജന്തർ മന്ദിറിൽ നിന്ന് ഒഴിപ്പിക്കാമെന്നാ വിചാരിച്ചത്. പക്ഷേ അവരുടെ ആ സംഘടിത ശക്തി, അവരുടെ നിശ്ചയദാർഢ്യം, അവർ വിജയിച്ചു സമരത്തിൽ. RSSന് വളരെ വേണ്ടപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആൾ അദ്ദേഹത്തിന് മാറേണ്ടി വന്നു, രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ കാലം മാറുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വരം മാറുന്നത്, അവരുടെ ചിന്തയിൽ വരുന്ന മാറ്റം, ഇതൊക്കെ ഈ സംഘപരിവാരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവരതനുസരിച്ച് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുക. ഇതുവരെ ലോക്സഭയിലോ രാജ്യസഭയിലോ വരാതെ വാശി പിടിച്ചിരുന്ന അമിത്ഷായോട് CP രാധാകൃഷ്ണൻ പറയുകയാണ്, BJPയുടെ ആളായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന് രാജ്യസഭയുടെ ചെയർമാനായ CP രാധാകൃഷ്ണൻ പറയുന്നു, മന്ത്രി വരട്ടെ, മന്ത്രി വന്ന് സംസാരിക്കട്ടെ എന്ന്. അത് മാറ്റമാണ്. അതുപോലെയാണ് മോഹൻ ഭാഗവത് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി പറയുന്നത്. പക്ഷേ നമ്മുടെ മോദിയും അമിത്ഷായും പാർലമെൻറ്റിലേക്ക് വരില്ല, ഇന്ത്യയോട് സംസാരിക്കില്ല, ഇന്ത്യ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. പക്ഷേ അവർ മാറിത്തുടങ്ങി. മോഹൻ ഭാഗവതിൻ്റെ വിദ്യാർത്ഥികളോടുള്ള സംവാദവും രാജ്യസഭയിൽ CP രാധാകൃഷ്ണൻ്റെ ഈ നിർദ്ദേശവും ഒരേ ദിവസമാണ് സംഭവിച്ചത്. ഒരേ ദിവസമാണ് ഉണ്ടായത്. അത് ചെറിയ കാര്യമല്ല. ഈ BJPയെ നയിക്കുന്നത്, മോദിയെ നയിക്കുന്നത് RSSാണ്. അവർ പറയുന്ന പോലാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ RSSൻ്റെ ആവശ്യമില്ല എന്നൊക്കെ BJP പറഞ്ഞെങ്കിലും RSSൻ്റെ സഹായമില്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. RSS മാറി ചിന്തിക്കുന്നു. അതിനർത്ഥം നാളെ മോദിയും അമിത്ഷായും ഒക്കെ മാറി ചിന്തിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ എന്താ നടക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പാഠം എന്ന് പറയുന്നത് ജനങ്ങൾ CPMനെ അല്ലെങ്കിൽ LDFനെ ഉപേക്ഷിച്ചു, അവരെ മാറ്റി നിർത്തുന്നു എന്ന് തന്നെയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പോലെ 140-ൽ 35 സീറ്റ് LDFന് കിട്ടിയത്. അത് 26 സീറ്റ് മാത്രമാണ് CPMന്. കഴിഞ്ഞ തവണ കണ്ണൂരിലെ 7 സീറ്റ് കിട്ടിയെടുത്ത് ഇത്തവണ 5 സീറ്റേ ഉള്ളൂ CPMന്. കണ്ണൂരെന്ന് പറഞ്ഞാൽ അവരുടെ കോട്ടയാണ്, അവരുടെ ശക്തി ദുർഗമാണ്. അവിടെയാണ് തിരിച്ചടികൾ പറ്റിയത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകൾ 26ലേക്ക് ഒതുങ്ങി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ ഇവിടങ്ങളിലെ തോൽവി, അതൊന്നും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത്തരത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് അവർ കരുതിയതല്ല. തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ പരാജയം സംഭവിക്കാം, ഭൂരിപക്ഷം UDFന് കിട്ടാം, LDF പിന്തള്ളപ്പെടാം. പക്ഷേ ഇതുപോലെയുള്ള മണ്ഡലങ്ങളിൽ, ചുവന്ന കോട്ടകളിൽ തകർന്ന് തരിപ്പണമാകുമെന്ന് അവർ കരുതിയതല്ല. അവർക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനപ്പുറത്താണ് അത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലുമൊക്കെ CPMൻ്റെ സ്ഥാനാർത്ഥികൾ തോൽക്കുമോ? ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ, അവിടെ ചില പഴയ നേതാക്കളൊക്കെയാണ് മത്സരിക്കുന്നത്. അമ്പലപ്പുഴയിൽ G. സുധാകരനാണ്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇവർ വിചാരിച്ചത് ജനങ്ങൾ ഈ പാർട്ടി പറയുന്നതനുസരിച്ച് അങ്ങോട്ട് വോട്ട് ചെയ്യുമെന്നാണ്. പാർട്ടി പ്രവർത്തകർ പോലും ചെയ്തില്ല, അനുഭാവികൾ പോലും ചെയ്തില്ല. കണ്ണൂരിലെ ഓരോ സീറ്റിലെയും ഭൂരിപക്ഷം നോക്കിയാൽ 2021 തെരഞ്ഞെടുപ്പിനേക്കാളും എത്രയോ താഴെയാണ്. പാർട്ടിയുടെ സജീവ പ്രവർത്തകർക്ക് പോലും അതിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസമില്ലാതായി.
അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം, അതിൻ്റെ ചുവരെഴുത്ത് എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ CPM ഇപ്പോഴും തയ്യാറാകുന്നില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം, പയ്യന്നൂരിൽ വിമതനായി മത്സരിച്ച V കുഞ്ഞികൃഷ്ണൻ ജയിച്ചതിനുള്ള ചുരുക്കല്ല, അങ്ങോട്ട് സഹിക്കാൻ മേലായ്മ. ഈ കുഞ്ഞികൃഷ്ണൻ്റെ അടുത്ത ഒരു അനുയായി T പുരുഷോത്തമൻ, അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ പാടത്ത് തീയിട്ടു, ഷെഡ് കത്തിച്ച് കളഞ്ഞു. അത് ഞങ്ങളല്ലെന്ന് നാട്ടുകാരോട് പറയണം. നാട്ടുകാർക്കറിയാം ചത്തത് കീചകനെങ്കിൽ കൊന്നതാരാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർക്ക് കാര്യത്തിൽ സംശയമൊന്നുമില്ല. T പുരുഷോത്തമൻ്റെ ചെമ്മീൻ പാടത്ത് ഷെഡ് കത്തിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഞങ്ങളല്ല എന്ന് നാട്ടുകാരോട് പറയാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ KK രാഗേഷ് എന്തൊക്കെയാണ് പ്രസംഗിച്ചത്? അദ്ദേഹം ആരാണെന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഷെഡ് കത്തിക്കലെന്ന് ഞങ്ങളുടെ ജോലിയല്ല, ഞങ്ങൾ തീരുമാനിച്ചാൽ ഷെഡിൻ്റെ ആടിത്തറ മാന്തി പൊളിക്കുമെന്ന് KK രാഗേഷ് പറയുക. മനസ്സിലായില്ലേ? ഞങ്ങൾ ഷെഡ് കത്തിച്ച് ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വേണ്ടി വന്നാൽ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ അടിത്തറ മാന്തു വന്നു. രാകേഷ് സഖാവ് ഇറങ്ങിയിരിക്കുക. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കമ്മിറ്റി, ആ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട സീറ്റുകളാണ് തളിപ്പറമ്പും പയ്യന്നൂരും നഷ്ടപ്പെട്ടത്, യാതൊരു ഉളുപ്പും കൂടാതെ. സത്യം പറഞ്ഞാൽ ആ നിമിഷം രാജിവെക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായപ്പോൾ മറ്റ് സീറ്റുകളിൽ ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി പാർട്ടി ഗ്രാമങ്ങളടങ്ങുന്ന മണ്ഡലങ്ങളാണെങ്കിലും പാർട്ടി കോട്ടകളാണെങ്കിലും തോൽക്കാം, ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ഇത് പാർട്ടിയോട് വെല്ലുവിളിച്ച് മത്സരിച്ച രണ്ടുപേര് ജയിച്ച സ്ഥലങ്ങളായ തളിപ്പറമ്പും പയ്യന്നൂരും. ആ നിമിഷം രാജി എഴുതി കൊടുത്തിട്ട് പോരണം, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ അവിടെ ജയിച്ച V കുഞ്ഞികൃഷ്ണൻ്റെ അനുയായിയുടെ ഷെഡ് കത്തിച്ചതിന് പേരിൽ വീണ്ടും കൂടുതൽ ഭീഷണികൾ മുഴക്കാണ്. ഇദ്ദേഹം ആരാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ KK രാഗേഷ് കേരളത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഞങ്ങളങ്ങ് അടിത്തറ മാന്തുവന്ന്. ഇത് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നയമാണോ? CPMനെ തോൽപ്പിച്ചവരുടെ അടിത്തറ മാന്തലാണോ നിങ്ങളുടെ ഉദ്ദേശം? അതാണോ നിങ്ങൾ അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം? മാന്തിക്കോ അവരുടെ അടിത്തറ. കാലം മാറിയത് മറക്കരുത് കേട്ടോ. പണ്ട് നിങ്ങളിങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. MV രാഘവൻ്റെ പറശ്ശിനിക്കടവിലെ സ്ഥാപനത്തിൽ മിണ്ടാപ്രാണികളെ നിങ്ങൾ തീ വെച്ച് കൊന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ 67 മട്ടന്നൂരിൽ KSRTC സമരവുമായി ബന്ധപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്ത 4 പേരെ നിങ്ങൾ പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്നു. ഇതൊന്നും ആരും മറന്നിട്ടില്ല. അതല്ല ഇപ്പോഴത്തെ കാലം. നിങ്ങളിങ്ങനെ അടിത്തറ മാന്താൻ ഇറങ്ങിയാൽ ജനങ്ങൾ പ്രതികരിക്കും. അത് മനസ്സിലാക്കേണ്ട സമയമായി. KK രാഗേഷിൻ്റെ നേതൃ മികവിനെ പറ്റി, അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള ഒരു ജില്ലയിൽ സെക്രട്ടറി ആവാൻ ഉള്ള യോഗ്യതയെപ്പറ്റി പലരും വിമർശനാത്മകമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് അംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു സമർത്ഥനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രാഷ്ട്രീയം നന്നായിട്ട് പിടികിട്ടുന്ന ഒരാളെന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിമാരാണ് പിന്നീട് കേരളത്തിൽ CPMൻ്റെ നേതാക്കന്മാരായിട്ട്, സംസ്ഥാനതല നേതാക്കന്മാരായിട്ട് വരുന്നത്. ഭരണം കിട്ടിയാൽ അധികാരത്തിലേക്ക്, അല്ലെ അധികാരത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരേണ്ടത് ഇവരൊക്കെയാണ്. കാരണം കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ കണ്ണൂരെന്ന് അതിൻ്റെ അർത്ഥം. കണ്ണൂരിലെ പാർട്ടിയാണ് കേരളത്തിലെ CPM. അവർ പറയുന്നതനുസരിച്ച് ബാക്കിയുള്ള ജില്ലാ കമ്മിറ്റികൾ, ബാക്കിയുള്ള നേതാക്കൾ പെരുമാറിക്കോണം. അവർ പറയുന്നതേ സംസ്ഥാന കമ്മിറ്റി നടക്കൂ, അവർ പറയുന്നതേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കൂ. അതാണ് കണ്ണൂരിൻ്റെ സ്റ്റാറ്റസ് കേരളത്തിലെ പാർട്ടിയിൽ. അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് പലരും പറയുമ്പോൾ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു അവരൊക്കെ പറയുന്നത് ശരിയാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വക വെല്ലുവിളികൾ അവർ ഉയർത്തുമോ? നിങ്ങളുടെയൊക്കെ അടിത്തറ അങ്ങ് മാന്തുവെന്ന്. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം? അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് CPM അങ്ങ് ഒലിച്ചു പോയെന്നൊന്നും ആരും കരുതേണ്ടത്. അങ്ങനെ ആരും കരുതിയിട്ടൊന്നുമില്ല. CPM ഒലിച്ചു പോയെന്നൊന്നും ആരും കരുതത്തുമില്ല, ആരും പറയത്തുമില്ല. പക്ഷേ ഇതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ, എതിരാളികളുടെ അടിത്തറ മാന്താനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ, നിങ്ങൾ മാന്തുന്ന ആ കുഴിയിൽ തന്നെ നിങ്ങളങ്ങ് ഒലിച്ചു പോകും. യാതൊരു സംശയവും വേണ്ട. പാർട്ടി ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. പാർട്ടി അണികൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
എന്തുകൊണ്ടാണ് നിങ്ങൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലൊക്കെ തോറ്റതെന്ന് കണ്ണൂരിലെയും കേരളത്തിലെയും CPMക്കാർക്കറിയാം, സാധാരണ ജനങ്ങൾക്കും അറിയാം. മറ്റു വിശദീകരണങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കേൾക്കുന്നത് പയ്യന്നൂരിൽ തോറ്റ മധുസൂദനൻ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നെന്നോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതായത് അദ്ദേഹത്തിനെതിരെ നടത്തിയ കള്ളപ്രചരണമാണ് തോൽക്കാൻ കാരണം എന്നാണ് വാദിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജയിച്ച കുഞ്ഞികൃഷ്ണൻ ഒരു കാര്യം ചെയ്താൽ മതി, വേറൊന്നും വേണ്ട, വേറെ വാദങ്ങളൊന്നും വേണ്ട. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട്, തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച അവലോകന റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ബഹുമാനപ്പെട്ട കോടതിയിലോട്ട് സമർപ്പിച്ചാൽ മതി. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് തളിപ്പറമ്പിലും പയ്യന്നൂരിലും തോറ്റതിൻ്റെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണെന്ന്, മറ്റൊന്നുമല്ലെന്ന്. എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാനാണ്, ഞങ്ങൾ നിയമപരമായിട്ട് നീങ്ങുമെന്നൊക്കെ രാകേഷ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ എഴുതിയൊരു പുസ്തകം അത് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ട് മധുസൂദനൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഒരു വാർത്ത വായിച്ചു. ആ പുസ്തകം വായിക്കാനുള്ളവരൊക്കെ വായിച്ചു. എന്തുകൊണ്ടാണ് തോറ്റത്, എന്ത് പ്രശ്നമാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്? രക്തസാക്ഷി ഫണ്ട് വരെ വെട്ടിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പരാതി. അതിൻ്റെ കൃത്യമായ കണക്കുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിന് എന്തോ പിൻവലിക്കാൻ എല്ലാവരും വായിച്ചു കഴിഞ്ഞു സഹാവേ, വായിക്കേണ്ടവരൊക്കെ വായിച്ചു. ഞാനൊരു കോപ്പി വായിച്ചു. ഇനി അത് പിൻവലിച്ചിട്ടോ നിരോധിച്ചിട്ടോ എന്ത് കാര്യമാണ്? കോടതിയിൽ പോയിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോയാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ CCയുടെ റിപ്പോർട്ട് മാത്രം വെച്ചാൽ മതി. എന്തൊക്കെയാണ് ഇവർ ചിന്തിച്ചു കൂട്ടുന്നത്? തെരഞ്ഞെടുപ്പിൽ തോൽവികളുണ്ടാകുമെന്നേ. 67 കോൺഗ്രസിന് 9 സീറ്റേ കിട്ടിയുള്ളൂ. 9 സീറ്റ് തീർന്നു കോൺഗ്രസ് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നില്ലേ, തിരിച്ചു വന്നില്ലേ? AK നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് UDF ജയിച്ചില്ലേ? അന്ന് LDFന് വീഴ്ച പറ്റിയില്ലേ? പക്ഷേ തിരിച്ച് അതുപോലെ ഭൂരിപക്ഷമായി വന്നില്ലേ? അതിന് പണിയെടുക്കണം. ജനങ്ങൾക്ക് CPMനെ കുറിച്ചുണ്ടായിട്ടുള്ള ധാരണകൾ മാറ്റുന്നതിന്, അവരുടെ നേതാക്കളെക്കുറിച്ചുള്ള ധാരണകൾ അത് മാറ്റുന്നതിന് ശ്രമിക്കണം. നിങ്ങൾ ഇനിയും പിണറായി വിജയനെ പഠിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും പൊതുരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴത്തെ പ്രതികരണങ്ങൾ, ഇതൊക്കെ പരാജയത്തിന് കാരണമായി എന്ന് CC എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിനി അതിന് പഠിക്കുകയല്ല വേണ്ടത്. രാകേഷിനെ പോലുള്ള രണ്ടാം നിരയിലുള്ള നേതാക്കൾ അതിന് പഠിക്കുകയല്ല വേണ്ടത്. ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുണ്ടായിട്ടുള്ള ധാരണകൾ മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റിയ പരാജയങ്ങൾ മനസ്സിലാക്കി അതിന് പ്രതിവിധി കാണാനാണ് നോക്കേണ്ടത്. കോഴിക്കോട് ചേരുന്ന ഈ എക്സ്റ്റൻഡഡ് സ്റ്റേറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ വിപുലമായ സ്റ്റേറ്റ് കമ്മിറ്റി, അത് ചർച്ച ചെയ്യേണ്ടത് അതാ. ഇപ്പം നമ്മൾ രാകേഷിൻ്റെ പ്രസ്താവന കേട്ടാൽ തോന്നുക ഈ സംസ്ഥാന കമ്മിറ്റിയും അടിത്തറ മാന്തതിനെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുക എന്ന. അല്ല, അങ്ങനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ തെറ്റുതിരുത്താൻ തയ്യാറാകണം. അല്ലാതെ VD സതീശൻ ഹെലികോപ്റ്ററിൽ പോയതിനെക്കുറിച്ചോ ഏതോ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പഴയ പുനർജനി കേസ് CPMൻ്റെ കാലത്ത് തെളിവുകളില്ലാതെ അന്വേഷണം വേണ്ടാന്ന് തീരുമാനിച്ച കേസാണ്. അത് വന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പുനർജനി കേസിൻ്റെ പേരിലെ പ്രക്ഷോഭം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ തീർന്നു. അതിൻ്റെ സാധ്യതകളൊക്കെ അവസാനിച്ച് നിങ്ങളിനി ചെയ്യേണ്ടത് നിങ്ങൾ നന്നാകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് BJP എന്നും സംഘപരിവാരം എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലെന്നറിയാം. ചതുർത്ഥി കണ്ട പോലെ കുഴപ്പമില്ല. പക്ഷേ അവിടുന്ന് പഠിക്കാവുന്ന പാഠങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കണം. അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് നമ്മളവിടെ തുടക്കം കണ്ടതേ ഉള്ളൂ. അമിത്ഷായോട് സഭയിൽ വരണമെന്ന് പറയുന്നു. ആ സഭയിൽ വരണമെന്ന് പറഞ്ഞത് വെറുതെ CP രാധാകൃഷ്ണൻ്റെ ഒരു അഭിപ്രായമൊന്നുമല്ല. അതൊക്കെ വേണ്ട തലങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് പറഞ്ഞു തന്നെയാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളെ നിങ്ങൾ അല്ലെങ്കിൽ എതിർക്കുന്നവരെ, BJPയെയോ മോദിയെയോ സർക്കാരിനെയോ ഒക്കെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളെന്ന് പറയരുത് എന്ന് RSSൻ്റെ തലവൻ പറയുന്നു. ഇതൊക്കെ ഒരു നല്ല പാഠമാണ്. അവിടെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അത് BJPയുടെ പാഠമാണെന്ന് വിചാരിച്ച് അത് സ്വീകരിക്കാതിരിക്കണ്ട. അല്ലാതെ അടിത്തട്ട് മുതൽ തെറ്റുകൾ തിരുത്തുന്നതിന് പകരം മറ്റുള്ളവൻ്റെ അടിത്തറ മാന്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ഒലിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെയാണ് നിങ്ങൾ
ചെയ്യാൻ പോകുന്നെങ്കിൽ പാർട്ടി ഒലിച്ചു പോകുക തന്നെ ചെയ്യും. മറക്കരുത്.